ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ചന്ദ്രമതി ശരത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശരത്തിനെ പൂട്ടാനുള്ള തീരുമാനം തന്നെ ആവുകയാണ്. അങ്ങനെ ശരത്താണെങ്കിലോ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കാല് പിടിക്കുന്ന റിവ്യൂ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ശരത്ത് സച്ചിയുടെ കാല് പിടിക്കുന്നുണ്ട്. പിന്നീട് ശരത്ത് നല്ലൊരു പയ്യനാവുന്നുണ്ട് കേട്ടോ. തന്റെ തെറ്റുകൾ എന്തെന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ചെയ്തതൊന്നും ചെയ്തതല്ലാതാവില്ലല്ലോ. അങ്ങനെ പിന്നീട് ശരത്തിനെ കൊണ്ടുപോയിട്ട് തന്റെ കൂട്ടുകാരൻ മഹേഷിന്റെ കൂടെ താമസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ചന്ദ്രമതിയുടെ അടുത്തോട്ട് വരികയാണ് പോലീസ്. ഇപ്പൊ ഒരിക്കലും പിടി കൊടുക്കരുത് എന്നുള്ള തീരുമാനം തന്നെ സച്ചി എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി തന്റെ വീട്ടിലോട്ട് വരുമ്പോ എല്ലാവരും സച്ചിയെ ഒന്നടക്കം പറയാണ് അവനൊരു കള്ളനാണ്, അവനൊരു പെരുങ്കള്ളനാണ്. ഒരു തവണയല്ല അവൻ ഈ കള്ളത്തരം ചെയ്തിരിക്കുന്നത്, രണ്ടാം തവണയാണ് അവൻ ഈ കള്ളത്തരം ചെയ്യുന്നത്. അപ്പോ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതിന്റെ ശിക്ഷ അവന് കിട്ടാത്തത് കൊണ്ടാ എന്നിങ്ങനെ ശ്രീകാന്തും സച്ചിയോട് എല്ലാവരും പറയുന്നു കേട്ടോ. കൂടെ സച്ചിയുടെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. രവിയും പറയുന്നത് കൊണ്ട് തന്നെ ആകെ ടെൻഷൻ ആവാണ് രേവതിക്ക്. പിന്നീട് തീരുമാനം എടുക്കുകയാണ് ചന്ദ്രമതി. ഇനി എന്തായാലും കള്ളന്റെ പെങ്ങൾ ഇവിടെ താമസിക്കാൻ പാടില്ലെന്ന് തീരുമാനം എടുക്കണം കേട്ടോ. ഇതോടുകൂടി ആകെ പ്രതിസന്ധിയിലാവുകയാണ്. കാരണം രവിക്ക് ഒരിക്കലും ഈ പറയുന്ന രേവതിയെ തള്ളിപ്പറയാനോ സച്ചിക്ക് തള്ളിപ്പറയാനോ ഒന്നും കഴിയില്ല കേട്ടോ. കാരണം അവരെന്റെ മക്കളാണെന്ന് എന്നും പറഞ്ഞു നിൽക്കുന്നത് രവി തന്നെയാണ്. കാരണം രവിയാണല്ലോ സച്ചി ഇന്ന് ഈ അവസ്ഥക്ക് എത്താനുള്ള കാരണം, ചന്ദ്രമതി വെറുക്കാനുള്ള കാരണം. അങ്ങനെ രവി ചന്ദ്രയോട് പറയാണ് ഒരിക്കലും സച്ചിയുടെ ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. സച്ചിയുടെ ഭാര്യയുടെ ആങ്ങള ഇങ്ങനെ ഇപ്പൊ ഒരു മോഷണം ചെയ്തു എന്ന് വെച്ചിട്ട് അതിൽ രേവതി എന്ത് പഴിച്ചു എന്ന് ചോദിക്കണിട്ടാ. നിങ്ങൾ അങ്ങനെ തന്നെ പറയുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ പറയാനും കഴിയത്തുള്ളൂ. കാരണം നിങ്ങൾ എപ്പോഴും ഈ സച്ചിയുടെ കൂടെയാണല്ലോ, അതുകൊണ്ടാണല്ലോ കള്ളന്റെ പെങ്ങളെ ഈ പറയുന്ന സച്ചി കല്യാണം കഴിച്ചതെന്ന് പറയട്ടോ. അപ്പൊ ഇത് കേട്ടിട്ട് വളരെ വേദനയാവണം രേവതിക്ക്. തന്നെ കള്ളന്റെ പെങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി വിളിക്കുന്നത് കേൾക്കുമ്പോട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട് അമ്മയെ ഒരിക്കലും രേവതിയെ അങ്ങനെ വിളിക്കരുത്. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള കാരണം ആരാണ്? എന്റെ അമ്മയല്ലേ. എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു മോഷണത്തിന് ഈ പറയുന്ന ശരത്തിനെ അമ്മയല്ലേ പ്രേരിപ്പിച്ചത് എന്ന് പറയണ്ട. അപ്പൊ അത് കേട്ട ഉടൻ തന്നെ ഇനി അതും കൂടി എന്റെ തലയിലോട്ട് ഇട്ടുടാ. അങ്ങനെ എന്ത് സാഹചര്യം വന്നാലും മോഷണം എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? അത് വളർത്തുദോഷം തന്നെയാണ്. ഈ പെറ്റങ്ങളൊക്കെ വളർത്തിയത് ആ ഒരു ഇതിലാണ്. അച്ഛനെന്തേ ഉണ്ടായത്, അതുപോലെ അമ്മ അങ്ങനെ മക്കളെ വളർത്തി, അങ്ങനെയൊക്കെയാണല്ലോ ഇവരുടെ ജീവിതം. അപ്പൊ നിന്റെ കാര്യം തന്നെ എന്താന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരം അതിരി കിടക്കണം കേട്ടോ. അത് കേൾക്കുന്ന രേവതി സങ്കടത്തോടു കൂടി കരയുമ്പോൾ തന്നെ രവീന്ദ്രൻ പറയണം മതി ചന്ദ്രമതി, നിർത്തുന്നുണ്ട് നിന്റെ സംസാരം, അതിരി കടക്കുന്നു. എന്തിനാ രേവതിയെ ഇതിൽ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ഈ പൂക്കെട്ടുകാരിയെ എന്തെങ്കിലും പറയുന്നതിന് നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ പൊള്ളുന്നത്? ഞാൻ ഉള്ളതല്ല പറയുന്നത്. കള്ളന്റെ പെങ്ങളാണ് ഇവൾ. എന്തായാലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ആരെന്ത് പറഞ്ഞാലും ഞാൻ ആ കേസ് പിൻവലിക്കില്ല എന്ന് തീരുമാനം എടുക്കണം കേട്ടോ. ഇതേ സമയം ഇതൊക്കെ കേട്ടിട്ട് രവീന്ദ്രന് ദേഷ്യം പിടിക്കണം. അങ്ങനെ രവീന്ദ്രൻ പറയണം അവൻ ചെയ്ത തെറ്റെന്തെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവനൊരു തെറ്റും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ കേസ് പിൻവലിക്കണം. അതുപോലെ രേവതി ഈ വീട്ടിൽ നിൽക്കാൻ പറയാൻ രേവതി ഈ വീട്ടിൽ നിൽക്കരുതെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. പിന്നെ ഇത് എന്റെ വീടല്ലേ, എന്റെ വീട്ടിൽ ആര് നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെ വീട് എന്ന് നിനക്ക് പറയാം. അതുപോലെ തന്നെ സച്ചിക്കും ആ ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവകാശപ്പെട്ട വീട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ രേവതിയെ വീട്ടിൽ നിന്ന് ഒരിക്കലും നീ പുറത്തിറക്കാൻ എന്ന് കരുതിയിട്ട് നീ എന്തായാലും ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട. ശരത്തിനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ എനിക്കറിയാം. ശരത്തിനെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ശരത്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ആ കുടുംബത്തെ മാനിച്ച് അവന്റെ തെറ്റ് അവന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആ പയ്യൻ തന്നെ ഉള്ളൂ. ഒരു കള്ളൻ എന്ന മുദ്ര നീ കുത്തിയതുപോലെ നാളെ നാട്ടുകാർ കുത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പിന്നെ ഈ പയ്യന് ജീവിതം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന ചെക്കന് ആ ഒരു ഇതൊക്കെ പോയി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസ് പിൻവലിച്ചോ. പിന്നെ ഇവിടെ നിന്ന് ഒരിക്കലും രേവതി ഇറങ്ങുന്ന നീ മോഹിക്കണ്ട എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി പറയണേ നിങ്ങൾ ഇവളെ ഈ പൂക്കെട്ടുകാരിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലേ? ഇല്ല, ഇറക്കി വിടില്ല. ഇവൾ ഇവിടെ തന്നെ താമസിക്കും. എങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഇവൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും അങ്ങ് ഇറങ്ങും. അത് കേൾക്കുന്ന രവീന്ദ്രന് വലിയ കുലുക്കൊന്നും ഇല്ല കേട്ടോ. അത് കേൾക്കുന്ന രേവതിക്ക് മനസ്സിന് ഒരു ബുദ്ധിമുട്ട് തോന്നണം. വേണ്ട
അമ്മ ഒരിക്കലും ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറയട്ടെ. അപ്പൊ സച്ചി പറയണേ, ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്നത് ഈ വീട്ടിലോട്ടാണ്, നീ ഇറങ്ങണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഞാൻ പറഞ്ഞിട്ട് നിനക്ക് ഇറങ്ങാം, അല്ലാതെ ഇങ്ങോട്ട് നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ സച്ചി നിന്റെ പിന്നാലെ വരില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കണം കേട്ടോ. അപ്പൊ ഈ സമയം ചന്ദ്രമതിക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അങ്ങനെ ചന്ദ്രമതി പറയണേ, എന്തായാലും എനിക്ക് പോകാൻ സ്ഥലമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോഴേക്കും ശ്രുതി വന്ന് പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇറങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി? എനിക്ക് പറ്റില്ല, ഒരു കള്ളന്റെ പെങ്ങളെ കൂടെ താമസിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ പെട്ടിയും വേണ്ടൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാണ് കേട്ടോ ചന്ദ്രമതി. അപ്പൊ ഈ ചന്ദ്രമതി ഇറങ്ങുന്നത് കാണുമ്പോ ഉടൻ തന്നെ അവിടെ രവീന്ദ്രൻ തടയും, സച്ചി തടയും എന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷെ ആരും തന്നെ തടയുന്നില്ല. തടയുന്നത് ഈ പറയുന്ന ശ്രീകാന്തും സുധിയും തന്നെയാണ് കേട്ടോ. സുധി പറയുന്നുണ്ട്, അമ്മേ ഇവൾക്ക് വേണ്ടി അതൊന്നും ചെയ്യണ്ട. അപ്പൊ ഉടൻ തന്നെ പൂക്കെട്ടുകാരിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണ്ട എന്നങ്ങനെ തർപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ഇവിടെ ശ്രീകാന്ത് വന്ന് പറയുന്നത്, അമ്മ ഈ പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല, സച്ചേട്ടന്റെ ഭാര്യയാണ് രവതി, രവതി ചേച്ചി ഇവിടുന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ യോജിക്കുന്നില്ല. ചേച്ചി എന്ത് തെറ്റ് ചെയ്തു, ശരത്ത് ഇവിടെ തെറ്റ് ചെയ്തല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇവൾക്ക് ഒപ്പാണ്, ഈ പൂക്കെട്ടുകാരിയുടെ കൂടെ ഇനി എനിക്ക് താമസിക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഭാമയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടാ. അങ്ങനെ അവള് പോട്ടെ, അവള് പോയ ഏതുവരെ പോകുന്നു എനിക്ക് നന്നായി അറിയാം എന്ന് രവീന്ദ്രന് പറയണ്ട. പക്ഷെ ഇതൊക്കെ കണ്ട് രേവതി ഒരുപാട് തടയുന്നുണ്ട്. അമ്മ പോവല്ലേ, മതിയടി നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ തള്ളി മാറ്റി ചന്ദ്രമതി പോവാണ്. അങ്ങനെ ഭാമയുടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറയാണ്, ആ കള്ളന്റെ പെങ്ങളുടെ ഒപ്പം എനിക്ക് താമസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ഭാമ ചന്ദ്രമതിയോട് പറയാണ്, നീ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ചന്ദ്രമതി, കാരണം നീ ഒന്ന് ചിന്തിക്കണം, നീ ഉള്ള വീട്ടിൽ നിന്ന് രണ്ടുപേരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നെന്ന് നീ പറയുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ വർഷയും ഈ പറയുന്ന ശ്രുതിയും, അവറ്റങ്ങളെ കണ്ട് പഠിക്കുക, അവറ്റുള്ള വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പൂക്കെട്ടുകാരി തന്നെ ഇഷ്ടത്തിന് കൊണ്ടുപോയത് കൊണ്ട് തന്നെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എത്രാമത്തെ തവണയാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഭാമിയോട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോ സംഭവം ശരത്ത് ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, അവനെ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ആ കുടുംബം മുന്നോട്ട് പോകുന്ന ഈ പയ്യന്റെ ആ ഒരു ഇതോട് കൂടിയിട്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അവന്റെ തെറ്റവൻ തിരിച്ചറിഞ്ഞെങ്കിൽ അവനെ കേസ് ഒഴിവാക്കുന്നതിൽ എനിക്കും എതിർപ്പ് തോന്നുന്നില്ല, അത് നല്ല കാര്യം. നീ എന്തിനാ അവരുടെ ഭാഗം പിടിക്കുന്നത്? പക്ഷെ ഇപ്പൊ നീ രണ്ടാമത് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതായത് പൂക്കെട്ടുകാരിയെ, അതായത് രേവതി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന്, അതിനോട് ഞാനും യോജിക്കുന്നില്ല. സച്ചിയുടെ ഭാര്യയാണ് അവൾ, അതിനെ ചിന്തിക്കണം. സച്ചിയുടെ ഭാര്യ നാളെ ഇപ്പൊ ശ്രുതിയുടെയോ വർഷയുടെയോ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ ഇറക്കി വിടുക ചെയ്യാ? ഇതൊന്നും ഒരു ശരിയായ പരിപാടിയല്ല. എന്തായാലും എനിക്കിതിനോട് യോജിക്കാൻ കഴിയില്ല. ഇറക്കി വിടുക എന്ന് പറയുന്നത് അതൊരു നല്ലതല്ല. പിന്നെ രേവതി ഉള്ളതുപോലെ തന്നെ പറയണട്ടോ ചന്ദ്രമതി, നിന്റെ രണ്ട് മരുമക്കളേക്കാൾ സ്നേഹമുള്ള മരുമകൾ രേവതിയാണ്. നാളെ നിനക്കൊരു ബുദ്ധിമുട്ടോ വിഷമം വന്നാൽ നിന്നെ സഹായിക്കാൻ എത്തുന്നത് ഈ രേവതി തന്നെയായിരിക്കും. അത് നീ മനസ്സിലാക്കുന്നത് നന്ന്. ഈ പറയുന്ന ശ്രുതിയും വർഷയും ഒന്നും നിന്റെ അരികിലോട്ട് വന്നില്ലെന്ന് വരും, പക്ഷെ നാളെ നിനക്കും രവീന്ദ്രനും എപ്പോഴും സഹായമായി നിൽക്കുന്നത് സച്ചി രേവതി തന്നെയായിരിക്കും. രേവതിയുടെ മനസ്സ്, ആ നല്ല മനസ്സ് നീ മനസ്സിലാക്കണം. കൂടെ സച്ചിയുടെയും, അവര് രണ്ടുപേരും നന്മയുള്ളവരാണെന്ന് പറയുമ്പോ ഓഹോ, ഇനിയിപ്പോ നീയും ഇപ്പോ ഈ പൂക്കൊട്ടുകാരിയുടെ പുരാണം പറച്ചിൽ തുടങ്ങിയോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.